താരസംഘടനയായ AMMയിലെ തർക്കം രൂക്ഷമാകുന്നതിനിടെയാണ് വീണ്ടും മറുപടിയുമായി ശ്വേതാ മേനോൻ രംഗത്തെത്തിയത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പവർ ഗ്രൂപ്പ് എന്ന തലക്കെട്ടോടെ ശ്വേതാ മേനോന്റെ കുറിപ്പ്. ശ്വേതയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: AMMയിലുള്ള മിക്കവരും ഫീൽഡ് ഔട്ട് ആയവരാണ്. ഇവർക്കൊന്നും സിനിമയില്ല എന്ന് പറഞ്ഞ് സംഘടനയെ പലരും സോഷ്യൽ മീഡിയയിൽ കളിയാക്കുന്നത് താൻ കണ്ടിട്ടുണ്ട്. എന്നാൽ താൻ ഒരു കാര്യം തുറന്നു പറയാം, അതൊരു സത്യമാണ്. സ്ഥിരവരുമാനമില്ലാതെ ജീവിക്കുന്ന ഒത്തിരി കലാകാരന്മാർ AMMയിലുണ്ട്. ആരുടെയെങ്കിലും മുന്നിൽ കൈനീട്ടാതെ ജീവിക്കാനും മരുന്നു വാങ്ങാനും ഒരു നേരത്തെ ആഹാരം കണ്ടെത്താനും അവർക്ക് കൈത്താങ്ങാകുക എന്നതാണ് AMMയുടെ സ്ഥാപിത ലക്ഷ്യം. ഇതിനുള്ള പണം കണ്ടെത്താൻ വേണ്ടിയാണ് ലാലേട്ടനും മമ്മൂക്കയും മറ്റ് സ്റ്റാർ വാല്യൂ ഉള്ള താരങ്ങളും അവരുടെ സമയവും അധ്വാനവും ചെലവഴിച്ച് AMMയുടെ സ്പോൺസേർഡ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ആ പണം തരുന്നത് ഹിന്ദുവാണോ, മുസ്ലിമാണോ, ക്രിസ്ത്യാനിയാണോ, അമ്പലമാണോ, പള്ളിയാണോ, അംബാനിയാണോ, അദാനിയാണോ എന്നൊന്നും തങ്ങൾ ഒരിക്കലും നോക്കിയിട്ടില്ല. സഹായിക്കാൻ മുന്നോട്ട് വരുന്ന എല്ലാവരെയും തങ്ങൾ ഒരു മനസ്സോടെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ AMMയുടെ അംഗങ്ങൾക്ക് അവകാശപ്പെട്ട ഫണ്ട് അവരുടെ ചികിത്സയ്ക്കും മരുന്നിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായി മാറ്റിവെച്ചിരുന്ന ഫണ്ടിൽ ചില കുറ്റാരോപിതർ മുൻപ് നടത്തിയ സാമ്പത്തിക തിരിമറികൾ താൻ കണ്ടെത്തി. ആ കാര്യങ്ങൾ താൻ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതലാണ് തന്നെ അവർ അപമാനിക്കാൻ ശ്രമിച്ചത്. ജനറൽ ബോഡി മീറ്റിംഗിൽ തന്നെ കയ്യേറ്റം ചെയ്യാൻ വരെ ശ്രമിച്ചു. ആ സാഹചര്യത്തിലാണ് താൻ AMMയിൽ നിന്ന് പിന്മാറുന്നതിനെപ്പറ്റി ചിന്തിച്ചത്. ഒരു സാധാരണ സ്ത്രീക്ക് മലയാള സിനിമയിലെ ആ പവർ ഗ്രൂപ്പിനെ ഒരിക്കലും ഒറ്റയ്ക്ക് നേരിടാനാവില്ല എന്നത് താൻ AMMI പ്രസിഡന്റായി മത്സരിച്ച അന്നു മുതൽ ഇന്ന് വരെ താൻ നേരിട്ട ആക്രമണങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാക്കും. എന്തിന് ലാലേട്ടൻ വരെ AMMയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു പോയില്ലേ? ഈ കുറ്റാരോപിതർ ചെയ്യുന്ന തിരിമറികൾക്കും തട്ടിപ്പുകൾക്കും എന്തിനു ചീത്തപ്പേര് കേൾക്കണം എന്ന് ലാലേട്ടൻ വരെ ചിന്തിച്ചില്ലേ? താൻ നടത്തിയ പോരാട്ടത്തിന്റെ ഒരു ഘട്ടത്തിലും തന്റെ പോരാട്ടം ഏതെങ്കിലും സ്ഥാനങ്ങൾക്കോ വ്യക്തിപരമായ നേട്ടത്തിനോ ആയിരുന്നില്ല. AMMയിൽ സാമ്പത്തിക തിരിമറി നടത്തിയവർക്കെതിരെയും ചില കുറ്റാരോപിതർക്കെതിരെയുമാണ് തന്റെ പോരാട്ടം. നുണക്കഥകൾ പ്രചരിപ്പിച്ചും അപകീർത്തിപ്പെടുത്തിയും തന്നെ നിശബ്ദയാക്കാമെന്നാണ് അവർ കരുതുന്നത്. തന്നെക്കുറിച്ച് എത്ര നുണകൾ പ്രചരിപ്പിച്ചാലും എത്ര അപമാനിച്ചാലും ഈ പോരാട്ടത്തിൽ നിന്ന് താൻ ഒരിക്കലും പിന്നോട്ടില്ലെന്നും ശ്വേത വ്യക്തമാക്കി. കാരണം ഇത് AMMയുടെയും അതിലെ സാധാരണ അംഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ഇനി താൻ അതിൽ തോറ്റുപോയാലും സാരമില്ല. കാരണം ഈ പോരാട്ടത്തിലൂടെ ആ പവർ ഗ്രൂപ്പ് AMMയുടെ മെമ്പേഴ്സിന്റെ മുന്നിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അതുതന്നെയാണ് തന്റെ ഏറ്റവും വലിയ വിജയമെന്നും ശ്വേത ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. എന്തായാലും ശ്വേതയുടെ പോസ്റ്റ് മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.